അപ്രതീക്ഷിതമായുണ്ടായ അരുംകൊലപാതകത്തിൽ ഞെട്ടിത്തെറിച്ചു നിൽക്കുകയാണ് ആലപ്പുഴ കായംകുളത്തിനടുത്തെ പുല്ലുകുളങ്ങര എന്ന ഗ്രാമം. അധികം ആരോടും സംസാരിക്കാത്ത അഭിഭാഷകനായ യുവാവ് സ്വന്തം അമ്മയോടും അച്ഛനോടും ഇത്രയും വലിയ ക്രൂരത ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും ആരും കരുതിയിരുന്നില്ല. ലഹരി ഒരു കുടുംബം കൂടി ശിഥിലമാക്കിയിരിക്കുന്ന കാഴ്ച. രാസലഹരി ഉപയോഗിക്കുന്നത് ചോദ്യം ചെയ്തതിനാണ് ആലപ്പുഴ പുല്ലുകുളങ്ങരയിൽ അഭിഭാഷകനായ മകൻ അച്ഛനെയും അമ്മയെയും ആക്രമിച്ചത്. കൊല്ലപ്പെട്ട നടരാജന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. സിന്ധുവിനെ വിദഗ്ധ ചികിത്സയ്ക്കായി പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പുല്ലുകുളങ്ങര ആറാട്ടുപുഴ റോഡിൻ്റെ വശത്താണ് പീടികച്ചിറയിൽ വീട്. നടരാജൻ ദീർഘകാലം വിദേശത്തായിരുന്നു. ഇപ്പോൾ കരാർ ജോലികളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. വലിയ രീതിയിൽ സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബമാണ് നവജിത്തിൻ്റേത്. നടരാജനും ഭാര്യ സിന്ധുവും 3 മക്കളും ദീർഘകാലമായി ഒന്നിച്ച് താമസിക്കുന്നത് ഈ വലിയ വീട്ടിലാണ്. 2 ആൺമക്കളെയും ഒരു പെൺകുട്ടിയെയും അച്ഛനമ്മമാർ നല്ല രീതിയിൽ പഠിപ്പിച്ചു. നവജിത്തിൻ്റെയും സഹോദരങ്ങളുടെയും ഉന്നത വിദ്യാഭ്യാസം കേരളത്തിന് പുറത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് നാട്ടുകാരോട് വലിയ അടുപ്പമോ അകൽച്ചയോ ഉണ്ടായിരുന്നില്ല. നല്ല സഹകരണമുള്ളവരൊക്കെയാണ്. നല്ല ബിസിനസ് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഈ അടുത്ത സമയത്ത് 2-4 മാസമായതില്ല പയ്യൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. പയ്യനോട്ട് നമുക്ക് അത്ര വലിയ അടുപ്പമൊന്നുമില്ല. ഇല്ല, പുറത്തോട്ട് അടുത്ത ബന്ധമൊന്നുമില്ല. എനിക്ക് ഒരാഴ്ച കൊണ്ട് ഇവിടെ ഇല്ലായിരുന്നു മറ്റേ പയ്യൻ പറഞ്ഞത്. ഒറ്റ രാത്രി കൊണ്ട് ഈ വീട് നാട്ടുകാരുടെ പേടി സ്വപ്നമായി മാറി. കൃത്യമായി പറഞ്ഞാൽ നവംബർ 30 രാത്രി 8 മണിയോടെ. രാത്രി 8 മണിയോടുകൂടി ബഹളം കേട്ട് നാട്ടുകാരെത്തുമ്പോൾ നവജിത്ത് ആ കാണുന്ന ബാൽക്കണിയിൽ ആയുധവുമായി നിൽക്കുകയായിരുന്നു. നാട്ടുകാരും പോലീസുകാരും ഏറെ ശ്രമപ്പെട്ടാണ് നവജിത്തിനെ കീഴ്പ്പെടുത്തിയത്. എന്താണ് സംഭവിക്കുന്നതെന്നോ എന്താണ് സംഭവിച്ചതെന്നോ ആദ്യം നാട്ടുകാർക്ക് മനസ്സിലായില്ല. നമ്മളിവിടെ ഇതിലെ കൂടെ കാറിൽ പാസ് ചെയ്യായിരുന്നു. അപ്പോഴാണ് ഇവിടെ മുകളിൽ പോലീസും ആൾക്കാരും എല്ലാവരുമായിട്ടുള്ള ബഹളം കാണുന്നത്. അങ്ങനെ ഇന്ന് നോക്കുമ്പോൾ ഈ പയ്യനെ അവരെല്ലാവരും കൂടെ പിടിച്ചു വെച്ച് കെട്ടി വലിച്ച് താഴെ കൊണ്ടുവന്നു. ഇവിടെ ആളുകളെല്ലാം കൂടി അവരെല്ലാവരും വലിയ വിഷയമായി. കാര്യം ജനങ്ങളെല്ലാവരും കൂടെ ഇവനെ കൈകാര്യം ചെയ്യാനുള്ള രീതിയിൽ നിന്നപ്പോൾ പോലീസുകാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെ പോലീസുകാർ വെളിയിലേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, നമുക്ക് നിയമപരമായിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവരിവിടെ ആളുകളെ ക്ലിയർ ആക്കാൻ നോക്കിക്കൊണ്ട് ബാക്കിൽ കൂടെ അവർ കുറേ ജീപ്പിൽ കൂടെ കൊണ്ടുപോകായിരുന്നു. നവജിത്തിനെ കീഴ്പ്പെടുത്തിയ ശേഷം പോലീസ് ഉദ്യോഗസ്ഥർ വീടിനകത്തു കയറി. ആർക്കും അധിക നേരം ആ മാതാപിതാക്കളെ നോക്കാനോ അധിക നേരം അവിടെ നിൽക്കാനോ കഴിയുമായിരുന്നില്ല. ലഹരിയിൽ രക്ഷിതാക്കളോട് മകൻ അത്രമാത്രം ക്രൂരമായിട്ടാണ് പെരുമാറിയത്. നമ്മൾ കാണുന്ന സമയത്ത് വെളിയിൽ നിന്ന് നോക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരു രീതിയെ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷേ ഇത് ഡോറ് തുറന്ന് അകത്ത് ചെന്ന് ഈ ബോഡി ചേട്ടനെ ഇങ്ങോട്ട് പുറത്തോട്ട് എടുക്കുന്ന ആ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയ്ക്ക് വികൃതമാക്കി കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ മുഖമായാലും കൈകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൂങ്ങി കിടക്കുകയാണ്. കൈഞ്ഞ് മുട്ടിനെടുക്ക വന്നിരിക്കുക ചുരുണ്ട്. അതുപോലെ മുഖത്ത് ഈ കണ്ണിൻ്റെ ഭാഗം കണ്ണ് തെറിച്ച് പോയ രീതിയിലാണ്. അത്രയ്ക്ക് വികൃതമായ രീതിയിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. കണ്ടുകൊണ്ട് നിൽക്കാത്ത ഇതേ രീതിയിലൊരു കൊലപാതകം എനിക്ക് തോന്നുന്നത് ഇത് ഈ പ്രദേശത്ത് നടന്നിട്ടില്ല. ചേച്ചിയുടെ അവസ്ഥയും ചേച്ചി രക്തത്തിൽ കുളിച്ച് കിടക്കുകയായിരുന്നു. ചേച്ചിക്ക് ഒരു ബോധമില്ലാത്ത രീതിയിലുള്ള, അതുകൊണ്ടാണ് പൊതുവേ പുറത്ത് ആദ്യമേ വന്നത് പുള്ളിക്കാരി മരിച്ചു എന്നുള്ള രീതിയിൽ വന്നത്. പക്ഷേ കാരണം പുള്ളി എടുക്കുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോധമില്ലാത്ത രീതിയിൽ കിടക്കുകയാണ്. ഈ നടരാജനെ സംബന്ധിച്ചിടത്തോളം മുട്ടൊക്കെ അനക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കൊണ്ട് കിടത്തിയതിന് ശേഷം അത്രയും സമയം അവിടെ കിടന്നതിന് ശേഷമാണ് പുള്ളിക്കാരന് ഒരു ചലനം നഷ്ടപ്പെട്ട രീതിയിലാണ് കൊണ്ടുപോകുന്നത്. നടരാജനെയും സിന്ധുവിനെയും വളരെ വേഗത്തിൽ തന്നെ നാട്ടുകാരും പോലീസും ചേർന്ന് ഇവിടെ നിന്നൊരു 10 കിലോമീറ്റർ മാറിയുള്ള തട്ടാരമ്പലത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നടരാജൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല. കാരണം നടരാജൻ്റെ മുഖത്ത് തലങ്ങും വിലങ്ങും ക്രൂരമായ വെട്ടുകളുണ്ടായിരുന്നു. കാരണം മൂക്കും വായും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മകൻ അച്ഛൻ്റെ മുഖം വെട്ടി വികൃതമാക്കിയിരുന്നു. വിദഗ്ധ ചികിത്സയ്ക്കായി കൂടുതൽ സൗകര്യങ്ങളുള്ള ആശുപത്രിയിലേക്ക് നടരാജനെയും ഭാര്യ സിന്ധുവിനെയും മാറ്റണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. പക്ഷേ മാറ്റാനുള്ള അവസ്ഥയിലായിരുന്നില്ല അപ്പോൾ രണ്ടുപേരും. രാത്രി 10 മണിയോടെ
നടരാജൻ മരിച്ചു. നവജിത്തിനെ വീട്ടിൽ നിന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബലപ്രയോഗത്തിലൂടെയാണ്, ഏറെ ശ്രമപ്പെട്ടാണ് യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾ അഭിഭാഷകനാണ്, ലഹരിക്ക് അടിമയാണ് എന്നുള്ളതാണ് പോലീസിൻ്റെ FIR. യുവാവിനൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. എന്തിനാണ് ഈ ക്രൂരത ചെയ്തതെന്ന് പോലീസ് ആവർത്തിച്ച് ചോദിച്ചിട്ടും ഒന്നും ഇതുവരെ കാര്യമായി പറഞ്ഞിട്ടില്ല. വിവാഹിതനാണ് നവജിത്ത്. ഗർഭിണിയായ ഭാര്യ സ്വന്തം വീട്ടിലേക്ക് പോയിട്ട് അധികം നാളായിട്ടില്ല. മയക്കുമരുന്ന് കഴിച്ച് വീട്ടിലെത്തിയതിന് ചോദ്യം ചെയ്തതാണ് ആക്രമണത്തിന് പ്രേരണയെന്നാണ് FIR. കെട്ടിറങ്ങിയ ശേഷം ചോദ്യം ചെയ്യുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാകുമെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ പ്രതീക്ഷ. മകൻ്റെ ആക്രമണത്തിൽ അമ്മ സിന്ധുവിൻ്റെ കൈവിരലുകൾ അറ്റുപോയിട്ടുണ്ട്. ഇവരെ വിദഗ്ധ ചികിത്സയ്ക്കായി പരിമലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.